നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും മറക്കാതെ ഒന്ന് കൊടുത്തേക്കണം. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഒരു കടായിലോട്ട് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മീഡിയം സൈസ് 2 സവോള നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 500 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഹൈയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണാണ് ചിക്കൻ മസാല ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ മസാല 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം നമ്മൾ ഈ മുളക് പൊടിയും അതേപോലെ തന്നെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നതും അവസാനം ഉപ്പ് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ അവസാനം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ഗ്രേവി നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് അധികം നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടി നിൽക്കണ്ട. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ കറിയുടെ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള കറിയാണ്. അതുപോലെ തന്നെ ഈസിയുമാണ് ഉണ്ടാക്കാനായിട്ട്. ഈ കറി ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഒരു തവണ ഉണ്ടാക്കിയാൽ നമുക്ക് എന്തായാലും നമ്മൾ പിന്നെ ഈ കറി ഒന്നുകൂടെ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. ഇതിൻ്റെ ചേരുവകളും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാറുണ്ട്. എല്ലാ വീഡിയോസിൻ്റെയും അങ്ങനെ ഇടാറുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായിട്ട്. താങ്ക് യു.